നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളുടെ വിജ്ഞാനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിൽ നിർവഹിച്ചു. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ 3-ാം പ്രതിയെ കട്ടപ്പന ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. നടപടി കേസിൽ മാപ്പ് സാക്ഷിയാക്കണമെന്ന് ഇവർ അപേക്ഷ നൽകിയതിനെ തുടർന്ന്. തമിഴ്നാട് പെരിയകുളത്ത് കേരള രജിസ്ട്രേഷൻ കാറിൽ നിന്നും മെതാംഫെറ്റാമിൻ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ 5 യുവാക്കളെ കൂടി തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള 2 പ്രധാന പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചതായി പോലീസ്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ. MLAയുടെ പ്രതികരണം: നിരന്തരം ആവശ്യമുയർന്നിട്ടും ഓഫീസിന്റെ പ്രവർത്തനം ദേവികുളത്ത് തന്നെ തുടരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഇടമലക്കുടിയിലുള്ളതായും MLA. വിശദമായ വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളുടെ വിജ്ഞാനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിൽ നിർവഹിച്ചു. കോളേജ് തല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഈ അധ്യയന വർഷം മുതൽ കേരളത്തിലെ സർവകലാശാലകൾ ആരംഭിക്കുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നിരുന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം സർക്കാർ വനിതാ കോളേജിലാണ് നിർവഹിച്ചത്. ഇവിടെ നൽകുന്നത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കരണങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 4 വർഷ പദ്ധതിയിലെ ആദ്യ ബാച്ചാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ വൈജ്ഞാനിക മേഖലയിലും തൊഴിൽ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണിത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനം ഉണ്ടാകുക. കോളേജ് തല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈൻ മുഖാന്തരം കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ നിർവഹിച്ചു. നമ്മുടെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ നേട്ടങ്ങൾ കൈവരിച്ചൊരു കോളേജായി കട്ടപ്പന ഗവൺമെൻറ് കോളേജ് മാറി. അടിസ്ഥാന വികസന രംഗത്ത് വിദ്യാർത്ഥികളുടെ നല്ല സഹകരണം, അധ്യാപകരുടെ നിർലോഭമായ പിന്തുണ, PTA കമ്മിറ്റി എപ്പോഴും ഏത് സമയത്തും സഹകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കാഴ്ച, ഇതെല്ലാം ആ കോളേജിൻ്റെ വികസന മാതൃകയ്ക്ക് വലിയ രീതിയിൽ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ കോമ്പൗണ്ടിൽ, നമ്മുടെ ക്യാമ്പസിൽ നമുക്ക് ചെയ്തു തീർക്കാനായിട്ടുണ്ട്. പടിപടിയായി വളർന്നു വരുന്ന കട്ടപ്പന ഗവൺമെൻറ് കോളേജിനെ ഒരു അക്കാഡമിക് മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള പരിശ്രമത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ പഠനത്തെയോ നമ്മുടെ പാഠ്യരംഗത്തെയോ പാഠ്യേതര രംഗത്തെയോ ബാധിക്കാതെ നല്ല നിലയിൽ അവർ ഇതിനോട് സഹകരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യമാണ്. കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ, MG യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം ഡോക്ടർ സിമി സെബാസ്റ്റ്യൻ, MGU ഹോണേഴ്സ് പ്രോഗ്രാം കൺവീനർ ശരണ്യ TV തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ 3-ാം പ്രതിയെ കട്ടപ്പന ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. കേസിൽ മാപ്പുസാക്ഷിയാക്കണമെന്ന് ഇവർ അപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്നായിരുന്നു മൊഴിയെടുക്കൽ. കട്ടപ്പന ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ മുമ്പാകെ 3-ാം പ്രതി മൊഴി നൽകിയത്. നേരത്തെ 2-ാം പ്രതി കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിഷ്ണു വിജയൻ മാപ്പുസാക്ഷിയാക്കണമെന്ന അപേക്ഷയിൽ മൊഴി നൽകിയിരുന്നു. 5-6 കക്കാട്ടുകട കൊലപാതക കേസിലെ 3-ാം പ്രതിയെ ഇന്ന് ബഹുമാനപ്പെട്ട കട്ടപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി. ആ പ്രതിയെ മാപ്പുസാക്ഷി ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ 164 സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രതിക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരിട്ട് യാതൊരുവിധ പങ്കും ഇല്ലാത്തതാണ്.
മറിച്ച് ചില അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാര പ്രക്രിയകളുടെയും ഭാഗമായി, അതുപോലെ തന്നെ ചില ഭീഷണിപ്പെടുത്തലുകളുടെ ഭാഗമായിട്ട് ഈ കേസിലെ ഈ പ്രതി ബലിയാട് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെ മാപ്പുസാക്ഷി ആക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട കോടതി 164 സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കക്കാട്ടുകട നെല്ലിപ്പള്ളിയിൽ വിജയൻ 2023 ഓഗസ്റ്റിലാണ് കൊല്ലപ്പെട്ടത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ വിജയനെ മുഖ്യപ്രതി നിതീഷ് ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറയ്ക്കുള്ളിൽ കുഴിച്ചിട്ട മൃതദേഹം കഴിഞ്ഞ മാർച്ച് 10 പോലീസ് പുറത്തെടുത്തിരുന്നു. നിതീഷിന് വിജയന്റെ മകളുമായുള്ള രഹസ്യബന്ധത്തിലുണ്ടായ ആൺകുഞ്ഞിനെ ജനിച്ച് 4 ദിവസത്തിനു ശേഷം 2016 ജൂലൈയിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് കട്ടപ്പന സാഗര ജംഗ്ഷനിൽ വിജയൻ മുമ്പ് താമസിച്ചിരുന്ന വീടിന്റെ തൊഴുത്തിൽ കുഴിച്ചിട്ടു. എന്നാൽ പിടിക്കപ്പെടുമോ എന്ന ഭയത്താൽ മൃതദേഹം പുറത്തെടുത്ത് കത്തിച്ചതായും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. തമിഴ്നാട് പെരിയകുളത്ത് കേരള രജിസ്ട്രേഷൻ കാറിൽ നിന്നും മെതാംഫെറ്റാമിൻ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ 5 യുവാക്കളെ കൂടി തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള 2 പ്രധാന പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചു. കേസിൽ ഇതുവരെ 6 യുവാക്കളെ അറസ്റ്റ് ചെയ്യുകയും 10 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. പിടിയിലായവരിൽ നിന്ന് 80 ഗ്രാം മെത്താംഫെറ്റാമിൻ, 10 ഗ്രാം കൊക്കൈൻ, LSD, ഡ്രഗ് സ്റ്റാമ്പ് എന്നിവയുൾപ്പെടെയുള്ള മയക്കുമരുന്നുകളും 2 കാറുകളും 5 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. മെത്താംഫെറ്റാമൈൻ വിതരണം ചെയ്യുന്ന 2 പ്രധാന പ്രതികൾക്കായി തമിഴ്നാട് പ്രത്യേക സേന തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തേനി പെരിയകുളത്തിനടുത്ത് പോലീസ് പെട്രോളിംഗ് നടത്തുന്നതിനിടെയാണ് കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ നിന്നും 2 കിലോ കഞ്ചാവ് ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് പെരിയകുളം പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെ ചോദ്യം ചെയ്തു. തുടർന്ന് വാഹനം വിശദമായി പരിശോധിച്ചപ്പോഴാണ് രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ മാരക മയക്കുമരുന്നായ മെതാംഫെറ്റമിന്റെ 30 പാക്കറ്റ് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തേനി, ഈറോഡ്, കമ്പം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് 3 യുവാക്കളെ കൂടി പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. രാജ്യാന്തര വിപണിയിൽ ലഭ്യമായ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള 2 പ്രധാന കുറ്റവാളികൾക്കായി സംഘം തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ. നിരന്തരം ആവശ്യമുയർന്നിട്ടും ഓഫീസിന്റെ പ്രവർത്തനം ദേവികുളത്ത് തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് MLAയുടെ പ്രതികരണം. പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഇടമലക്കുടിയിലുള്ളതായും എ രാജ വ്യക്തമാക്കി. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്ന ആവശ്യത്തിന് പഞ്ചായത്ത് രൂപീകരണ കാലത്തോളം തന്നെ പഴക്കമുണ്ട്. മുമ്പ് ചില പ്രഖ്യാപനങ്ങളൊക്കെയും വന്നിരുന്നുവെങ്കിലും ഇനിയും പൂർണ്ണതോതിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിൽ തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ദേവികുളം MLAയുടെ പ്രതികരണം. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. ഇടമലക്കുടിയിനോട് സർക്കാരിന് പ്രത്യേക സ്നേഹമുണ്ട്. ആ സ്നേഹമുള്ളത് കൊണ്ടാണ് ഇടമലക്കുടി ഒരു പഞ്ചായത്തായി ഉയർത്തിയത്. പഞ്ചായത്തായി ഉയർത്തത് മാത്രമല്ല, അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള കേരളത്തിൽ ഒരു കുടിയിലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇടമലക്കുടിയിലേക്ക് നമ്മളിപ്പോൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ അവിടുത്തെ ഓഫീസിൻ്റെ പ്രവർത്തനം ഇപ്പോഴും ദേവികുളത്ത് തന്നെയാണ്. അത് ദേവികുളത്ത് നിന്ന് അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് നേരത്തെ മുതൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്ത് ഓഫീസ് അവിടെ ഉണ്ട്. അവിടെ വന്യമൃഗശല്യമൊക്കെ ഉള്ളതുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിൽ ചില അവിടെ ഓഫീസ് ഇടിച്ചിട്ടിട്ട് പോയ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവിടെ നെറ്റ്വർക്ക് സംവിധാനം അവിടെ എത്തി. അപ്പോൾ ഇവർക്ക് താമസത്തിന് അത്യാവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെ അങ്ങോട്ട് പോകണം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നെറ്റ്വർക്കായി അവിടെ റോഡ് ഒരു 60% റോഡ് വർക്ക് കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ പോകുന്നതിന് ഒരു തടസ്സമല്ല. ബാക്കിയുള്ള വകുപ്പുകളെല്ലാം അവിടെ തന്നെയാണ്. സ്കൂൾ പ്രവർത്തിക്കുന്നു, ഫാമിലി ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിക്കുന്നു, ഫോറസ്റ്റിൻ്റെ ഓഫീസുകൾ അവിടെ ഉണ്ട്. ഇതെല്ലാം അവിടെ പ്രവർത്തിക്കുന്നു. പഞ്ചായത്ത് ഓഫീസ് മാത്രം അവിടെ പോകില്ല എന്ന് പറയുന്നത് ശരിയല്ല. അവിടെ മാറ്റണം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആംബുലൻസ് CSR ഫണ്ടിൽ ഇടമലക്കുടി ആശുപത്രിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അത് ആശുപത്രിയിൽ തന്നെ പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിലും നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അടിയന്തരമായി ഈ വാഹനത്തിനൊരു ഡ്രൈവറെ പഞ്ചായത്ത് നിയമിച്ച് ഇത് ആശുപത്രിയോട് കൊണ്ടുപോയി ഇടണം. അവിടെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ വാഹനം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഇടമലക്കുടിയിൽ ഉള്ളതായും MLA വ്യക്തമാക്കി. ഓഫീസിന്റെ പ്രവർത്തനം ഇനിയും പൂർണ്ണതോതിൽ ഇടമലക്കുടിയിലേക്ക് മാറ്റാത്തത് കുടുംബങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുണ്ട്. റോഡും മൊബൈൽ നെറ്റ്വർക്ക് സംവിധാനവുമൊക്കെ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവും ഉയരുകയാണ്. അടിമാലിയിൽ 8 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഭക്ഷണം ശ്വാസനാളത്തിൽ കുടുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടിയെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
അടിമാലി കരിങ്കുളം സ്വദേശികളായ സോജൻ ജീന ദമ്പതികളുടെ മൂത്ത മകൾ ജോയന്ന സോജനാണ് മരിച്ചത്. ഭക്ഷണം കഴിച്ച ശേഷം കുട്ടിക്ക് ഛർദിൽ അനുഭവപ്പെട്ടു. തുടർന്ന് കുട്ടിക്ക് ശ്വാസതടസ്സം പോലെ ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുകയായിരുന്നുവെന്നാണ് വിവരം. ഉടൻ കുട്ടിയെ അടിമാലിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഛർദിലിനിടയിൽ ഭക്ഷണം ശ്വാസനാളത്തിൽ കുരുങ്ങിയതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ഇതിൽ വ്യക്തത ലഭിക്കൂ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൂമ്പൻപാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ജോയന്ന. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടിട്ട് 3 വർഷം പിന്നിടുന്നു. കേസിലെ കുറ്റാരോപിതനെ കട്ടപ്പന കോടതി വെറുതെ വിടുകയും ചെയ്തു. കേസിൽ പുതിയ പ്രോസിക്യൂഷനെ നിയമിച്ച് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന സർക്കാർ വാഗ്ദാനവും പാഴ്വാക്കായി. 2021 ജൂൺ 30-നാണ് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയത്. കളിക്കുന്നതിനിടെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചതെന്നായിരുന്നു ആദ്യ നിഗമനം. പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമായ പീഡന വിവരം കണ്ടെത്തിയതോടെയാണ് അന്വേഷണം വ്യാപിപ്പിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ തക്കതായ ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തതിനാൽ കുറ്റാരോപിതനെ കട്ടപ്പന കോടതി വെറുതെ വിട്ടു. ഇതിനുശേഷം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ വലിയ സമരങ്ങളാണ് നടന്നത്. കേസിൽ പെൺകുട്ടിയുടെ കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോസിക്യൂഷനെ നിയമിക്കുമെന്ന സർക്കാർ വാഗ്ദാനവും പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. പെൺകുട്ടിയുടെ 3ാം ചരമവാർഷിക ദിനത്തിൽ കുടുംബാംഗങ്ങൾ കുട്ടിയുടെ കല്ലറയിൽ തിരികൾ തെളിയിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ വാരാഘോഷത്തിന്റെ സമാപന പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയചന്ദ്രൻ ആർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി ഇടുക്കി കവലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഫ്ലാഷ് മോബിന് ശേഷം ലഹരി വിരുദ്ധ പ്രതിജ്ഞയും വിദ്യാർത്ഥികളേറ്റു ചൊല്ലി. മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് അധ്യക്ഷയായിരുന്നു. ഇടുക്കി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജയചന്ദ്രൻ ആർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നാളിതുവരെ നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ സമ്പൂർണ്ണ നിരാസം നമ്മുടെ സമൂഹത്തിൽ സാർത്ഥകമാക്കത്തക്ക രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്തു. നഗരസഭാ കൗൺസിലർ ധന്യ അനിൽ, ബാബു സെബാസ്റ്റ്യൻ, മനോജ് പതാലിൽ, പ്രദീപ് കുമാർ, അനു രാജേഷ്, സുനി പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോം സ്കൂളിൽ ലഹരി വിരുദ്ധ വാരാചരണം സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയചന്ദ്രൻ ആർ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് വെള്ളയാങ്കുടി ഹൈസ്കൂളിന്റെയും കട്ടപ്പന എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പരിപാടികൾ നടന്നത്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയചന്ദ്രൻ ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹം എത്തപ്പെട്ടിരിക്കുന്ന ദൂഷിത വലയങ്ങളെ കുറിച്ചും അത്തരം സന്നിഗ്ധ ഘട്ടങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, ഇടപെടലുകൾ, അതിൻ്റെയൊക്കെ ഒരു വിലയിരുത്തലുകൾ നടത്തപ്പെടേണ്ട ഓർമ്മ മുഹൂർത്തമാണ് ഈ ലഹരി വിരുദ്ധ ദിനത്തിന് അനുബന്ധമായി നടക്കുന്ന ഈ ലഹരി വിരുദ്ധ വാരാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ലഹരി വിരുദ്ധ റാലിയും സെമിനാറും തെരുവ് നാടകവും നടത്തി. ഇത്
ആക്കരുതേ. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ അശോക് കുമാർ സെമിനാർ നയിച്ചു. ലിജോ ദാസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കട്ടപ്പന നഗരസഭാ കൗൺസിലർ ബീന സിബി, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ മനോജ് സെബാസ്റ്റ്യൻ, രാജൻ KN, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സജിമോൻ രാജപ്പൻ, ബിജിമോൻ PK, വിമുക്തി നോഡൽ ഓഫീസർ സാബുമോൻ MC, അജേഷ് VM, PTA പ്രസിഡന്റ് ജോസ് കുടക്കച്ചിറ, ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പാറത്തോട്ടിൽ നിന്നും 25 ലിറ്റർ ചാരായവും 400 ലിറ്റർ കോടയും പിടിച്ചെടുത്തു. സംഭവത്തിൽ കണ്ണാടിപ്പാറ സ്വദേശി അരുണിനെ നാർക്കോട്ടിക് സംഘം കസ്റ്റഡിയിലെടുത്തു. ചാരായ നിർമ്മാണവും വിൽപ്പനയും നടക്കുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് NKയും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പാറത്തോട്ടിൽ നിന്നും ചാരായവും കോടയും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തത്. സംഭവത്തിൽ കണ്ണാടിപ്പാറ സ്വദേശി അരുണിനെ നാർക്കോട്ടിക് സംഘം കസ്റ്റഡിയിലെടുത്തു. കണ്ടെടുത്ത കോട സംഭവ സ്ഥലത്ത് വച്ച് നശിപ്പിച്ചു. കമ്പിളികണ്ടം, പാറത്തോട് ഭാഗങ്ങളിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയ ചാരായമാണ് പിടികൂടിയത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് KM, പ്രശാന്ത് V, അബ്ദുൾ ലത്തീഫ്, ധനീഷ്, പുഷ്പചന്ദ്രൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. KSSPA ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കട്ടപ്പന സബ് ട്രഷറിക്ക് മുൻപിൽ ഉപരോധം സംഘടിപ്പിച്ചു. KSSPA സംസ്ഥാന സമിതി അംഗം KA മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷമാശ്വാസം ഗഡു അനുവദിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSSPA ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സബ് ട്രഷറിക്ക് മുമ്പിൽ സമരം സംഘടിപ്പിച്ചത്. KSSPA സംസ്ഥാന സമിതി അംഗം KA മാത്യു സമരം ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ജീവനക്കാരോടും പെൻഷൻകാരോടും വിവേചനപരമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് എല്ലാവരും പറയാനുള്ളത്, ഞങ്ങൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ട് വേറെ മാർഗമില്ലാഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. കേരളത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 വർഷക്കാലമായി അവരുടെ പെൻഷന്റെ ഒത്ത് 1 രൂപയുടെ പോലും പത്തന പറ്റാതെ കേരളത്തിലെ പെൻഷൻകാരെയും ജീവനക്കാരെയും ഇത്രമാത്രം ദ്രോഹിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ന് കേരളത്തിലുണ്ടായിട്ടില്ല, ഇതിനു മുമ്പുണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ള വസ്തുതയ്ക്ക് മുമ്പിലാണ് ഞാൻ നിങ്ങൾക്ക് നിൽക്കുന്നത്. എന്താണ് സുഹൃത്തുക്കളെ, നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഏതെങ്കിലും പെൻഷൻകാർക്കോ ജീവനക്കാർക്കോ വേണ്ടാത്തതാണോ? നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നത് നമുക്ക് അർഹതയില്ലാത്ത കാര്യങ്ങളാണോ? നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ അർഹതയില്ലാത്ത കാര്യങ്ങളാണോ? നമ്മൾ അർഹതയുള്ള കാര്യങ്ങളും ആവശ്യമുള്ള കാര്യങ്ങളും നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളുമാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ആളുകളോട് പുച്ഛരസത്തിൽ പുച്ഛഭാവത്തോടു കൂടി ഇവനൊക്കെ ചോദിക്കാൻ, എന്നോട് ചോദിക്കാൻ ആരാണ് എന്നുള്ള ഒരു ഏകാധിപത്യ മനോഭാവത്തോടുകൂടി ഏകാധിപതിയെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കാണിക്കുന്നത് പോലെ നമ്മൾ പെൻഷൻകാരെ നോക്കി കൊഞ്ഞനം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ തിരിച്ചറിയാനുള്ളത്. KSSPA ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് AD ചാക്കോ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മോഹനൻ നായർ, ആദ്യകാല ഭരണസമിതി അംഗം YC സ്റ്റീഫൻ, സംഘടനാ സംസ്ഥാന സമിതി അംഗം PS രാജപ്പൻ, VD എബ്രഹാം, ജോസ് വെട്ടിക്കാല തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ പെൻഷൻ പരിഷ്കരണ ദിനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി ട്രഷറിക്ക് മുമ്പിൽ നടത്തിയ യോഗം DCC ജനറൽ സെക്രട്ടറി ജെയ്സൺ K. ആന്റണി ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷമാശ്വാസം 5 ഗഡു അനുവദിക്കുക, ക്ഷമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികകൾ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിശദീകരണ യോഗം സംഘടിപ്പിച്ചത്. മുരിക്കാശ്ശേരി ടൗണിലൂടെ നടത്തിയ പ്രകടനത്തിന് ശേഷം ട്രഷറിക്ക് മുമ്പിൽ ആരംഭിച്ച യോഗം DCC ജനറൽ സെക്രട്ടറി ജെയ്സൺ K. ആന്റണി ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ രാഷ്ട്രത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി സേവനം ചെയ്ത ആളുകൾ അവരുടെ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് വേണ്ടി 58-ാം വയസ്സിലും 60-ാം വയസ്സിലും അതിനു മുകളിലുമൊക്കെ പ്രായമുള്ള ആളുകൾ ഈ ട്രഷറിയുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചു. ജനാധിപത്യ ഭരണക്രമത്തിൽ ലജ്ജ ഉളവാക്കുന്ന ഒരു കാര്യമാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. KSSPA മേഖലാ സെക്രട്ടറി ബാബു ജെയിംസ് അധ്യക്ഷനായിരുന്നു. ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് സണ്ണി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. KSSPA ജില്ലാ പ്രസിഡന്റ് മോഹനൻ, ട്രഷറർ TM ജോയ്, കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ, MN ഷീല, ജോസ് അങ്ങാടി തുടങ്ങിയവർ സംസാരിച്ചു.
കട്ടപ്പന കല്യാണത്തണ്ടിൽ ലോറി തലകീഴായി മറിഞ്ഞ അപകടം. സിമന്റുമായി കയറ്റം കയറുന്നതിനിടെയാണ് നിയന്ത്രണം നഷ്ടമായ ലോറി മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. കട്ടപ്പനയിൽ നിന്നും സിമന്റ് ചാക്കുകളുമായി പോയ 407 മോഡൽ ലോറിയാണ് കല്യാണത്തണ്ട് കയറ്റം കയറുന്നതിനിടെ മറിഞ്ഞത്. കയറ്റം കയറുന്നതിനിടയിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയായിരുന്നു. ഇതോടെ വാഹനം പുറകോട്ടുരുളുകയും റോഡിന് കുറുകെ തലകീഴായി മറിയുകയും ചെയ്തു. കുത്തിറക്കത്തിൽ തലകീഴായി മറിഞ്ഞ വാഹനം വീണ്ടും മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. റോഡിന് കുറുകെ വാഹനം മറിഞ്ഞതോടെ കല്യാണത്തണ്ടിലേക്കുള്ള ഗതാഗതവും നിലച്ചു. മലമുകളിലേക്കുള്ള കുത്തുകയറ്റമാണ് അപകടത്തിന് കാരണമായത്. പിന്നീട് വാഹനത്തിലുണ്ടായിരുന്ന സിമന്റ് ചാക്കുകൾ നീക്കം ചെയ്ത ശേഷമാണ് വാഹനം റോഡിൽ നിന്നും മാറ്റിയത്. ഉടുമ്പൻചോലയിൽ മുറി ചോദിച്ചെത്തിയ 3-അംഗ സംഘം ഹോട്ടൽ ഉടമയെ മർദ്ദിച്ചു. പരിക്കേറ്റ ചെമ്മണ്ണാർ കൊച്ചുപുരയ്ക്കൽ വാവച്ചനെ തൊടുപുഴയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6 മാസങ്ങൾക്ക് മുമ്പ് ഇതേ സംഘം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോൾ ഇറച്ചിക്കറിയിൽ കഷ്ണം കുറഞ്ഞെന്നാരോപിച്ച് ബഹളം സൃഷ്ടിച്ചിരുന്നു. ഉടുമ്പൻചോല സ്വദേശികളായ 3 സംഘമാണ് ഹോട്ടലിൽ എത്തി മുറി ആവശ്യപ്പെട്ടത്. മുറിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇവർ ഉടമയെ മർദ്ദിക്കുകയായിരുന്നു. വാഹനത്തിൽ ഇവർ മാരക ആയുധങ്ങളുമായാണ് വന്നത്. ആക്രമണത്തിൽ തലയ്ക്കും ചെവിക്കും പരിക്കേറ്റ ഹോട്ടൽ ഉടമ വാവച്ചനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൊടുപുഴയിലേക്ക് മാറ്റി. മൂക്കിന് സാരമായ പരിക്കേറ്റതായി ഹോട്ടൽ ഉടമ വാവച്ചൻ പറഞ്ഞു. ഞാൻ കട അടയ്ക്കുന്ന സമയമായിരുന്നു. ഞാൻ റൂം നടത്തുന്നുണ്ടായിരുന്നു. റൂമില്ലാന്ന് എനിക്ക് എന്നെ അറിയാവുന്നില്ല. ഇല്ല അറിയത്തില്ല, ഞാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞു. 6 മാസം മുമ്പ് എൻ്റെ ഞങ്ങൾ റൂം നടത്തുക. അന്ന് നീ വീപ്രയിൽ നിന്ന് ഞങ്ങളെ പറ്റിച്ചു വിട്ടോളാം. നീ ഓർമ്മയില്ലാന്ന് ചോദിച്ചു. എന്നാൽ നിന്റെ മോനോടെ വിളിക്കടാ, നിന്റെ മോനെ നിന്നോട് തട്ടാൻ ഞങ്ങൾ വന്നു. ബാക്കത്തി പിറ്റാറ്റി വണ്ടി ഇരിക്കുന്നു പറഞ്ഞു. അകത്തിന്റെ ആയി കൂടെ വന്നാന്ന് കയറി അടിച്ചു. രണ്ടാമത്തെ കുറച്ചും തളിച്ചിട്ട് പുറത്ത് എന്റെ കടയിൽ നിന്ന് പുറത്ത് അടിച്ചു. അവന്മാർ 3 പേര് പോകും. 3 പേരുടെ മിറ്റത്തിട്ട് ചവിട്ടുകയും എന്റെ ചെവി മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, ചെവിയുടെ മുറയിലും മുറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒന്നിച്ച് 6 മാസം മുമ്പ് പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് റൂം എടുക്കാൻ വേണ്ടി ഒരു കല്യാണക്കാർ വന്നായിരുന്നു. ഇമാരും വന്ന് റൂം എടുത്തായിരുന്നു. അപ്പൊ ആ കല്യാണക്കാർ ഇവരും തമ്മിൽ എന്തോ പ്രശ്നം അടിച്ച് വാക്കുവാക്കം ഉണ്ടായി. ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഒഴിവാകാൻ പറഞ്ഞു. ഒഴിവാകാൻ വന്നപ്പം അത് വളരെ ഞങ്ങൾ വരെ അറിഞ്ഞു വിട്ടു. അത് മാറുമ്പോൾ ഞാൻ ഒന്നും പോലീസ് വന്നാണ്. 6 മാസങ്ങൾക്ക് മുൻപ് ഇതേ സംഘം ബീഫ് കറിയിൽ കഷ്ണം കുറഞ്ഞെന്ന് പറഞ്ഞ ഇതേ ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയിരുന്നു. അന്ന് മുറിയെടുത്ത ഇവർ ഹോട്ടലിൽ താമസിച്ചിരുന്ന മറ്റു ചിലരുമായി തർക്കത്തിൽ ഏർപ്പെടുകയും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തതോടെ അന്ന് ഇവരെ ഹോട്ടലിൽ നിന്ന് ഇറക്കി വിട്ടിരുന്നു. ഈ സംഭവത്തെ തുടർന്നുണ്ടായ വൈരാഗ്യം മൂലമാണ് ഹോട്ടലിൽ എത്തി മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് ആരോപണം. സംഭവത്തിൽ ഉടുമ്പൻചോല പോലീസ് കേസെടുത്തു. കാന്തല്ലൂരിൽ റിസോർട്ടുകൾക്ക് സമീപം കാട്ടാനകൾ ഇറങ്ങി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വിനോദസഞ്ചാരികൾക്ക് നേരെ പാഞ്ഞെടുത്തതായി നാട്ടുകാർ പറഞ്ഞു. റിസോർട്ട് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ആനകളെ വനമേഖലയിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് കാന്തല്ലൂരിലെ റിസോർട്ടിന് സമീപം കാട്ടാനകൾ എത്തിയത്. ഈ സമയം റിസോർട്ടിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നു. റിസോർട്ടിനോടനുബന്ധിച്ചുള്ള കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയ കാട്ടാനകൾ സഞ്ചാരികൾക്ക് നേരെയും പാഞ്ഞെടുത്തു. മേഖലയിൽ നിരവധി കർഷകരുടെ ആപ്പിൾ അടക്കമുള്ള കൃഷികളും നശിപ്പിച്ചു. നിലവിൽ ആപ്പിൾ വിളവെടുപ്പ് കാലമായതിനാൽ വൻ നാശനഷ്ടമാണ് നേരിട്ടിരിക്കുന്നത്. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയ വിവരം വനംവകുപ്പിനെ അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ആനയുടെ ശല്യം കാരണം നമുക്ക് ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുവാൻ. നമ്മളിപ്പോൾ ഒരു ചാപ്പിടിച്ചിലിൻ്റെ വച്ച് പിടിപ്പിക്കാൻ തന്നെ 10 വർഷം കായ്ക്കാൻ സമയം പിടിക്കും. അത് ഈ തൈ ഇങ്ങനെ ഒടിച്ച് നശിച്ചേക്കുക. അതേപോലെ ആപ്പിളിൻ്റെ കുറേ നശിപ്പിച്ചേക്കുക. ഞങ്ങൾ സോളാറിൻ്റെ മതിലിട്ടിട്ടും സോളാർ ഫെൻസിങ്ങൊക്കെ തകർത്തിട്ടാണ് ഇത് വരുന്നത്. ഇതിന് ഫോറസ്റ്റുകാരെ ഇതിന് ഒരു നോക്കാനൊന്നുമില്ല, തിരിഞ്ഞ് നോക്കുന്നില്ല, ഒന്നുമില്ല. ഒരു ഭാഗത്ത് ഇതേപോലെ കുറേ ആനകൾ വന്നിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായി, 5-6 മാസമായിട്ട് ഇവിടെ തന്നെയാണ് ക്യാമ്പ് ചെയ്ത് നടക്കുന്നത്. അതിന് ഫോറസ്റ്റുകാർ അവർ ഓടിക്കാൻ വിളിച്ചാൽ വരാൻ മടിക്കുക. പിന്നെ ഞങ്ങളെങ്ങനെ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ മൃഗശല്യമാണെങ്കിൽ. ഏതാനും നാളുകളായി കാന്തല്ലൂരിൽ പതിവായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. ഇത് കാർഷിക മേഖലയ്ക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കൃഷി നശിക്കുന്നതിനൊപ്പം കാർഷിക ജോലിക്കായി ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് നിലവിൽ. കട്ടപ്പന YMCAയുടെ വാർഷിക പൊതുയോഗവും ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയും നടന്നു. റവറൽ ഡോക്ടർ ബിനോയ് പി ജേക്കബ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സമൂഹത്തിലെ വിവിധ വിഷയങ്ങളിൽ ഇടപെടുകയും വിവിധങ്ങളായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന സംഘടനയാണ് YMCA. നാളിതുവരെയായി കട്ടപ്പനയിൽ വിവിധങ്ങളായ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയാണ് നടന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഞാൻ YMCAയുടെ നിയമാവലികൾ പാലിക്കുമെന്നും കട്ടപ്പന YMCAയുടെ ശ്രേയസിനും അഭിവൃദ്ധിക്കും വേണ്ടി പ്രയത്നിക്കുമെന്നും ആയുസ് ബേസിസിന് വിധേയമായി പ്രവർത്തിക്കുമെന്നും
ഈശ്വരനാമത്തെ പ്രതിജ്ഞ ചെയ്യുന്നു. YMCA പ്രസിഡന്റ് സിറിൽ മാത്യു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷ്ഠാ ശുശ്രൂഷയ്ക്ക് നോമിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജോർജ് കുട്ടി പൗലോസ് നേതൃത്വം നൽകി. റവറന്റ് ഡോക്ടർ ബിനോയ് പി ജേക്കബ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നേതൃസ്ഥാനത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരുപാട് ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കും നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. പണ്ടൊക്കെ പറയുന്നുണ്ട്, ഏറെ കായ്ക്കുമ്പോൾ ആ മാവിന് ഏറെ വരും. അത് സ്വാഭാവികമാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. കർത്താവ് അത് പറയുന്നു, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ബലഹീനതകളില്ലാതെ, കുറവുകളില്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ കർത്താവിൻ്റെ ജീവിത ശൈലിയിൽ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ശൈലി നമ്മളെപ്പോഴും നോക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്കുണ്ടാകുന്ന ചോദ്യങ്ങളും അപ്രീസിയേഷൻസും അതുപോലെ തന്നെ ക്രിറ്റിസിസങ്ങളും വളരെ ക്രിയേറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്, നമ്മുടെ ആ ദൗത്യ നിർവഹണത്തിൽ വിജയിക്കുന്നത്. ലാൽ പീറ്റർ PG, UC തോമസ്, രജിത് ജോർജ്, സണ്ണി ജോസഫ്, KJ ജോസഫ് എന്നിവർ സംസാരിച്ചു. 2024-25 പ്രവർത്തന വർഷത്തെ പ്രസിഡന്റായി രജിത് ജോർജ്, വൈസ് പ്രസിഡന്റുമാരായി ജോർജ് ജേക്കബ്, ബോസ് ഇഗ്നേഷ്യസ്, ജനറൽ സെക്രട്ടറിയായി KJ ജോസഫ്, ജോയിന്റ് സെക്രട്ടറിയായി ബേബി എബ്രഹാം, ട്രഷററായി UC തോമസ് എന്നിവരെയും കൺവീനർമാരായി സിറിൽ മാത്യു, ലാൽ പീറ്റർ PG, PM ജോസഫ്, സണ്ണി ജോസഫ്, മാത്യു മത്തായി, വികാസ് സക്കറിയാസ്, VT തോമസ്, ജോർജി മാത്യു, അഡ്വക്കേറ്റ് ജെയ്ജു ഡി അറക്കൽ എന്നിവരും ചുമതലയേറ്റു. വാത്തിക്കുടി പെരുന്തൊട്ടി ശക്തിപുരം ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ 41 കലശവും സാധന മണ്ഡപശിലാ സ്ഥാപനവും നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നിമേഷ് ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. പെരുംതൊട്ടി ആയിരവല്ലിക്കാവ് ദേവീക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് 41 കലശവും സാധന മണ്ഡപ ശിലാസ്ഥാപനവും നടത്തിയത്. ആർഷവിദ്യാപീഠം മഠാധിപതി ദയാനന്ദ സരസ്വതി സ്വാമികൾ, ഈശ്വരാനന്ദ സ്വാമികൾ, പ്രണവ സ്വരൂപാനന്ദ സ്വാമികൾ എന്നിവരുടെ ദിവ്യ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നിമേഷ് ശർമ്മ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, കലശ പൂജാതി ചടങ്ങുകൾ, സാധന മണ്ഡപ ശിലാസ്ഥാപന ചടങ്ങുകൾ എന്നിവ നടത്തി. ശരശ്ചന്ദ്രവക്രം ദൈവൂതപാത്രം സമസ്താതിരാത്രം ഭജേ ശക്തിപുത്രം ഗടാഹീന്ദ്രകുന്ദം ഭജേ വിഷ്ടസന്ദം നാരായണലക്ഷ്മണോവിയം മഹാഗുരു രക്ഷ രക്ഷ മഹാഗുരു സന്ദം ഭജേ വിഷ്ടസന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ക്ഷേത്രഭക്തരായിരിക്കുന്ന എല്ലാ ആളുകളെയും ഈശ്വരോന്മുഖമാക്കുക എന്നുള്ള തത്വം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ഭക്തനെയും സാധകനായതിനു ശേഷം ഈശ്വരാനുഭവത്തിലേക്ക് നയിക്കുന്നതിനുള്ള സാധനാ കേന്ദ്രങ്ങളാകണം ക്ഷേത്രങ്ങൾ എന്നുള്ള തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക. ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ക്ഷേത്രത്തിൽ ഒരു സാധനാ മണ്ഡപം പണി കഴിപ്പിക്കുകയാണ്. അപ്പോൾ സാധനാ മണ്ഡപത്തിൽ സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വര വിശ്വാസത്തിനപ്പുറത്ത് ഈശ്വര സാക്ഷാത്കാരം എന്നുള്ള തത്വത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിന്, ഭക്തരെ നയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആർഷവിദ്യാപീഠം മാർഗദർശക് വിനോദ് നാരായണൻ ശാന്തികൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. മാതൃസമിതി പ്രസിഡന്റ് തങ്കമ്മ സുരേന്ദ്രൻ, മാതൃസമിതി സെക്രട്ടറി പുഷ്പ ബാബു, ദേവസ്വം സംയോജകൻ ബിജു PV, മറ്റ് സമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗണിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. മൈ വേസ്റ്റ് മൈ റെസ്പോൺസിബിലിറ്റി എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗണിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. കട്ടപ്പന നഗരസഭ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുന്ന നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആദ്യമായി ജഗദീശനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടി വീടും പരിസരവും നമ്മൾ ശുചിയാക്കുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പ്രദേശങ്ങളും ടൗണും എല്ലാം വൃത്തിയാകുന്ന പാവം പിടിച്ച് ഇവരും കിടന്നുറങ്ങണ്ടല്ല ഈ തൊഴിലാളികളാണ്.
നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് മഴക്കോട്ട, ഷൂസ്, ഗ്ലൗസുകൾ തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ പ്രസിഡന്റ് മനോജ് അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി, പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് നാരായണൻ, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന അപ്ടൗൺ ഭാരവാഹികളായ അഭിലാഷ് AS, പ്രദീപ് S മണി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ B രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന ഓശാനാം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ കരാട്ടെ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ഷോറിൻ റിയോ സ്റ്റൈലിൽ 14 കുട്ടികൾ ബ്ലാക്ക് ബെൽറ്റിന് അർഹരായി. സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സ്വയം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അച്ചടക്കത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പാഠങ്ങൾ കൂടിയാണ് കരാട്ടെ. ബെൽറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് കരാട്ടയിൽ ഗ്രേഡ് കണക്കാക്കുന്നത്. ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അർഹരായ വിദ്യാർത്ഥികൾക്ക് ബ്ലാക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റുകളും നൽകിയത്. ഷോറിൻ റിയോ സ്റ്റൈലിൽ 5 വർഷത്തെ പരിശീലനത്തിനു ശേഷമാണ് 14 വിദ്യാർത്ഥികൾ വിവിധ കടമ്പകൾ കടന്ന് ബ്ലാക്ക് ബെൽറ്റ് നേടിയത്. ഓശാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു ബ്ലാക്ക് ബെൽറ്റുകളും സർട്ടിഫിക്കറ്റുകളും വിദ്യാർത്ഥികൾക്ക് കൈമാറി. ഓശാനം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെയും പുറത്തുമുള്ള ഏകദേശം 14 വിദ്യാർത്ഥികൾ അവർ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് സ്വന്തമാക്കിയ ഒരു ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. കരാട്ടെ ഒരു മാർഷൽ ആർട്സാണെന്ന് നമുക്കറിയാം. അതുവഴിയായിട്ട് കുഞ്ഞുങ്ങളുടെ ഓവറോൾ പെർഫോമൻസ് അത് വളർത്തുവാനായിട്ട് കാര്യമാകുന്നു, യാതൊരു സംശയമില്ല. ഇത് നീണ്ട അക്ഷീണമുള്ള പ്രയത്നത്തിലൂടെ നേടിയെടുത്തതാണ്. കുഞ്ഞുങ്ങൾക്ക് ശാരീരിക മാനസികമായ വികാസം പ്രാപിക്കുവാനായിട്ട് ഈ പരിശീലനത്തിൽ സാധിക്കുമെന്ന് യാതൊരു സംശയമില്ല. എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഒപ്പം ഇത് പരിശീലിപ്പിച്ച, ഇതിന് നേതൃത്വം കൊടുത്ത ടോമി സാറ് നീണ്ട 25 വർഷത്തോളം നമ്മുടെ സ്കൂളിൽ തന്നെ കരാട്ടെ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. സാറിനെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ടോമി വെട്ടിക്കുഴിയുടെ നേതൃത്വത്തിൽ 1.5 പതിറ്റാണ്ട് കാലത്തോളമായി ഓശാനം സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലനം നൽകുന്നുണ്ട്. അവധിക്കാലത്തടക്കം ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് വിദ്യാർത്ഥികളെ ഉയർന്ന ഗ്രേഡിലേക്ക് എത്തിച്ചത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ സർവീസ് പ്രോജക്റ്റ് ഉദ്ഘാടനം നടന്നു. വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ അധ്യക്ഷ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നോട്ടു പോകുന്ന സംഘടനയാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന. ഓരോ വർഷവും വിവിധങ്ങളായ പദ്ധതികളാണ് ക്ലബ്ബ് നടപ്പിലാക്കുന്നത്. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പനയുടെ സർവീസ് പ്രോജക്റ്റ് ഉദ്ഘാടനമാണ് വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ചത്. ജൂലൈ മാസത്തിൽ ആരംഭിച്ച് അടുത്ത വർഷം ജൂൺ മാസം ഒടുവിലേക്ക് കൂടി അവസാനിക്കുന്ന തരത്തിലാണ് റോട്ടറി ക്ലബ്ബ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ സംഘടിപ്പിച്ചത്. നഗരസഭാ അധ്യക്ഷ ബീന ടോമി യോഗം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഈ വർഷത്തെ പ്രോഗ്രാം നമ്മുടെ സ്നേഹസദനിലേക്കാണ് ഇവര് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് നന്ദിയാണ് ഞാൻ ഇവർക്ക് പറയുന്നത്. ഇതുപോലെയുള്ള മക്കളെ നമ്മളല്ലാതെ മറ്റാരാണ് ഇവരെ ചേർത്ത് പിടിക്കുന്നത്? കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണത്തിന്റെയും പച്ചക്കറിത്തോട്ടം പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് നടന്നത്. വരുന്ന നാളുകളിൽ വിവിധ സാമൂഹ്യക്ഷേമ പദ്ധതികളോടൊപ്പം സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ വിവിധ സഹായ സേവനങ്ങളും ക്ലബ്ബ് നൽകും. ഉദ്ഘാടന യോഗത്തിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് ബൈജു എബ്രഹാം, മുൻ പ്രസിഡന്റ് ജോസഫ് തോമസ്, റോയി മാത്യു, സിബിച്ചൻ ജോസഫ്, മിഥുൻ കുര്യൻ, ഫിലിപ്പ് ജോസഫ്, ബൈജു ജോസ് എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മതികെട്ടാൻ ചോലയുടെ താഴ്വാരങ്ങളിലെ കുന്നിൻ ചെരുവുകളിൽ നിലമൊരുക്കി വിത്തിറക്കി ഗോത്രവർഗ കർഷകർ. ശാന്തൻപാറ ആടുവിളന്താർ കുടിയിലെ ആദിവാസി കർഷകരാണ് പരമ്പരാഗത റാഗി കൃഷിക്കായി വിത്തിറക്കിയത്. കഴിഞ്ഞ വർഷം മികച്ച വിളവ് ലഭിച്ചതിനെ തുടർന്ന് ഈ വർഷം കൂടുതൽ മേഖലയിലേക്ക് കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. മതികെട്ടാൻ ചോലയുടെ താഴ്വരയിലെ കുന്നിൻ ചെരുവുകളിൽ തുടർച്ചയായി റാഗി കൃഷിയുടെ വിജയഗാഥ രചിക്കുകയാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ ആടുവിളന്താൻകുടിയിലെ ആദിവാസി കർഷകർ. കഴിഞ്ഞ വർഷം ലഭിച്ച മികച്ച വിളവിനെ തുടർന്ന് ഈ വർഷവും നിലമൊരുക്കി വിത്തിറക്കുകയാണ് കർഷകർ. നീലവാണി, ചങ്ങല തുടങ്ങി 5ഓളം ഇനങ്ങളുടെ വിത്തുകളാണ് നട്ടത്. നടീൽ മഹോത്സവം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ്, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോൺസൺ, വിവിധ പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർമാർ,
ശാന്തൻപാറ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സുഗന്ധഗിരി സ്പൈസസ് പ്രൊമോട്ടേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഏലക്ക ലേല വിവരം. ആകലൂട്ട് 145, വിൽപ്പനയ്ക്ക് വലുത് 33,070, വിൽപ്പന നടന്നത് 30,283, കൂടിയ വില 2,910, ശരാശരി വില 2,148. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 1,800, കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6,625 രൂപ, വെള്ളി 94. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സുകളുടെ വിജ്ഞാനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിൽ നിർവഹിച്ചു. കട്ടപ്പന ഇരട്ട കൊലപാതക കേസിലെ 3-ാം പ്രതിയെ കട്ടപ്പന ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തി. നടപടി കേസിൽ മാപ്പ് സാക്ഷിയാക്കണമെന്ന് ഇവർ അപേക്ഷ നൽകിയതിനെ തുടർന്ന്. തമിഴ്നാട് പെരിയകുളത്ത് കേരള രജിസ്ട്രേഷൻ കാറിൽ നിന്നും മെതാംഫെറ്റാമിൻ മയക്കുമരുന്ന് പിടികൂടിയ കേസിൽ 5 യുവാക്കളെ കൂടി തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള 2 പ്രധാന പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചതായി പോലീസ്. ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ. MLAയുടെ പ്രതികരണം: നിരന്തരം ആവശ്യമുയർന്നിട്ടും ഓഫീസിന്റെ പ്രവർത്തനം ദേവികുളത്ത് തന്നെ തുടരുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഇടമലക്കുടിയിലുള്ളതായും MLA. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.